നമസ്തേ കുട്ടികളെ, ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ വീടിന് ഐശ്വര്യം, അതുമാതിരി തന്നെ എപ്പോഴും ഒരു സന്തോഷം സമാധാനവും കിട്ടാനും വീട്ടിലേക്ക് വരുന്നവരുടെ കണ്ണ് ദൃഷ്ടി പെടാതിരിക്കാനും നമ്മുടെ വീട്ടിൽ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. ഒരിക്കലും നിങ്ങൾക്ക് കണ്ണ് ദൃഷ്ടിപ്പെടില്ല. അതുമാതിരി തന്നെ എപ്പോഴും വീട്ടിലുള്ള കുട്ടികളായാലും അമ്മമാരായാലും അച്ഛനായാലും എല്ലാവർക്കും ഒരു സന്തോഷമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളി എടുക്കുക, ഓട്ടുരുളി തന്നെ വേണം കേട്ടോ. ഓട്ടുരുളി എടുക്കുക, അതിലേക്ക് നിറച്ച് വെള്ളം നിറച്ച് അതിൽ പൂക്കളിടുക. പൂക്കളിട്ട് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആദ്യത്തെ മുറി ഉണ്ടല്ലോ, സാധാരണ നമ്മൾ അതിഥികളൊക്കെ വന്നിരിക്കുന്ന മുറി, ആ മുറിയിൽ ഒരു ടീപ്പോയിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മാറ്റിലോ ഈ ഉരുളി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുടെ എല്ലാവരും ഒരേമാതിരി ഉണ്ടാവണമെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നവർ അതിഥികളായിരിക്കാം, ഇല്ലെങ്കിൽ പുറത്തുള്ളവരായിരിക്കാം. അപ്പം അവരുടെയൊക്കെ കണ്ണുദൃഷ്ടി പെടാതിരിക്കാൻ വേണ്ടി ഈ ഉരുളിയിൽ വെള്ളം നിറച്ച് പൂക്കളിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺദൃഷ്ടി ഇല്ലാതെയാവും കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരുടെ കണ്ണുദൃഷ്ടി എന്താ വെച്ചാൽ, കാരണം ആദ്യം അവർ ഉരുളിയിലേക്കാണ് നോക്കുക. ആ ഉരുളിയിലേക്ക് നോക്കുമ്പോൾ ഉരുളിയിലെ പൂവും ആ വെള്ളമൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു അവരുടെ നമ്മളോടുള്ള അസൂയ മാറി ആ ഒരു നല്ലൊരു മനസ്സായി അവരുടെ തീരും. അപ്പോൾ ഒരിക്കലും നമുക്ക് കൺദൃഷ്ടിപ്പെടില്ല. അതാണ് ആദ്യത്തെ ഒരു കാരണം, ഉരുളിയിൽ വെള്ളം നിറച്ച് പൂക്കളിടുന്നത്. രണ്ടാമത് പറയുന്ന ഒരു കാരണം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ് വേണമെങ്കിൽ ഇടാം. മുല്ലപ്പൂ ഇടാം, അതുമാതിരി റോസാപ്പൂ ഇടാം, ചെമ്പരത്തിയുടെ ചെറിയ ചെമ്പരത്തികളാണെങ്കിൽ അതിടാം, നമ്പ്യാർ വട്ടം പൂവിടാം, താമര കിട്ടുകയാണെങ്കിൽ താമരയുടെ ഇതളുകൾ ഇടാം. നമുക്ക് നല്ല നല്ല മണമുള്ളതും നല്ല ഐശ്വര്യമുള്ള പൂക്കളാണ് ഇതിലേക്ക് ഇടുന്നത് നല്ലത്. ചെണ്ടമല്ലി അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഈ ഉരുളിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു മണം, നമ്മുടെ ആ റൂമിൽ നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു വീട്ടിൽ മഹാലക്ഷ്മി വസിക്കണം വിചാരിച്ചാൽ നല്ലൊരു മണം തന്നെ എപ്പോഴും ഉണ്ടാവണം. ഈ പൂക്കളും വെള്ളത്തിൽ ഈ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ജവ്വാദ് എന്ന് പറയുന്ന ഒരു പൊടി അല്ലെങ്കിൽ പേസ്റ്റൊക്കെ കിട്ടും, അതൊരു നുള്ളിട്ട് കഴിഞ്ഞാൽ വീട് മുഴുവനും നല്ലൊരു മണമാകും കേട്ടോ. അപ്പോൾ ആ മണം കൊണ്ട് തന്നെ നമ്മുടെ വീട് ഐശ്വര്യപൂർണ്ണമാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ വീട്ടിലും കലഹങ്ങൾ കാര്യങ്ങളൊക്കെ, ഒരു അമ്മ പറയുന്ന അച്ഛനൊക്കെ ഇഷ്ടമില്ല, അച്ഛൻ പറയുന്നത് കുട്ടികൾക്ക് ഇഷ്ടമില്ല, കുട്ടികൾ പറയുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെ കുറച്ച് വഴക്കുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ടല്ലോ. ഈ ഉരുളിയിൽ ഇങ്ങനെ പൂവിട്ട് അതിൽ കുറച്ച് പച്ചക്കർപ്പൂരും ജവ്വാദും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന വഴക്കുകൾ കുറയ്ക്കാൻ വളരെ സാധിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വേനൽക്കാലത്ത് ഉരുളിയിൽ വെള്ളത്തിൽ പൂക്കളിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഒരു എത്ര ചൂടുള്ള റൂമാണെങ്കിലും ആ റൂമിൽ കുറച്ച് തണുപ്പ് കിട്ടും നമുക്ക്. ആ ഫാനിട്ടാലും അല്ലെങ്കിൽ പുറത്തുള്ള ഉഷ്ണം ആ വെള്ളം വലിച്ചെടുത്ത് നമുക്ക് ചെറിയൊരു തണുപ്പ് കാറ്റ് പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്മളെ ഹാളിൽ അല്ലെങ്കിൽ പ്രധാന മുറിയിൽ കയറി വരുന്ന പ്രധാന മുറിയിൽ ഈ ഉരുളിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഉണ്ടാവാനും AC ഒന്നും ആവശ്യമില്ല. ഈ ഉരുളിയിലെ വെള്ളത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു തണുപ്പ് വരും. എത്ര വേനൽക്കാലമായാലും ആ ഒരു തണുപ്പ് വരും. അപ്പോൾ ഇതും ഒരു ഉപകാരമാണ് കേട്ടോ ഉരുളിയിൽ പൂവിടുന്നത്. പിന്നെ ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഉരുളിയിലെ വെള്ളം ദിവസവും മാറ്റണം. പ്രത്യേകിച്ച് ഉരുളി ആയിരിക്കണം കേട്ടോ. അലമന്യ ഉരുളി, സ്റ്റീൽ ഉരുളിയൊന്നും ഉപയോഗിക്കരുത്. ഉരുളി തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. ആ ഉരുളിയിൽ നല്ല ശുദ്ധമായ ജലം ദിവസവും നിറയ്ക്കുക. അതുമാതിരി തന്നെ നിറച്ച് വേണം. ഏകദേശം ഒരു 1/2 ഇഞ്ചൊക്കെ പൂവിടാൻ സ്ഥലം വിടാവൂ. അത് മുഴുവൻ നിറച്ച് അതിലേക്ക് വേണ്ട പൂക്കളിട്ട് അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരും ജവ്വാദൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വെള്ളം മാറ്റണം, ദിവസവും വെള്ളം മാറ്റണം. അതുമാതിരി തന്നെ പൂക്കളും മാറ്റണം. വാടിയ പൂക്കൾ അതിൽ ഉപയോഗിക്കരുത്. നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദുർഗന്ധം ഉണ്ടാവാൻ പാടില്ല, സുഗന്ധം ഉണ്ടാവാൻ പാടുള്ളൂ. ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് മൂദേവി കയറിയിരിക്കുന്നതാണ് പറയുക. അപ്പോൾ എപ്പോഴും സുഗന്ധമുള്ള സ്ഥലത്ത് മഹാലക്ഷ്മി വസിക്കുന്ന പറയുക. ആ മഹാലക്ഷ്മി വസിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓട്ടുരുളിയിൽ നല്ല ശുദ്ധമായ ജലം ഒഴിച്ച് അതിൽ നല്ല നല്ല പുഷ്പങ്ങളിട്ട് വാസനാദ്രവ്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ എല്ലാവർക്കും ജവ്വാദ് കിട്ടിയെന്ന് വരില്ല, പച്ചക്കർപ്പൂരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ രാമച്ചത്തിൻ്റെ വേര് ഇടുക,
വേറെ എന്താണോ നിങ്ങൾക്ക് മണത്തിന് നല്ല മണം വീട്ടിലുണ്ടാകുന്നത് കിട്ടുന്നത് വെച്ചാൽ ആ സാധനം അതിലിടാം കേട്ടോ. എൻ്റെ അറിവിൽ പച്ചക്കർപ്പൂരം അതുമാതിരി ഇതാണ് ജവ്വാദാണ് ഇട്ടാൽ നല്ലത്. ആ ജവ്വാദിലും ഒരു ലക്ഷ്മി കടാക്ഷം ഉണ്ട്, അതുമാതിരി തന്നെ പച്ചക്കർപ്പൂരത്തിലുണ്ട് മഹാലക്ഷ്മി കടാക്ഷമുള്ള 2 വസ്തുക്കളാണ്. ഈ ജലം മഹാലക്ഷ്മി കടാക്ഷമുള്ളതാണ്, പുഷ്പങ്ങളും അതെ. അതും ചുവപ്പും വെള്ളയും പുഷ്പങ്ങൾ ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ ഹാളിലോ അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്ന ഏറ്റവും ആദ്യം നമ്മളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആൾക്കാർ കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ ഈ ഉരുളി വയ്ക്കുക. അതൊരു വീടിന് ഒരു ഐശ്വര്യം, അതുമാതിരി തന്നെ വീടിനൊരു ഇൻറ്റീരിയൽ ഡിസൈനും കൂടി ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഉരുളിയിൽ പൂവിടുന്നതിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നത്. അതുമാതിരി തന്നെ എപ്പോഴും നമുക്ക് ഈ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. ഈ ദിവസം അതാത് ദിവസം അന്നന്നത്തെ വെള്ളം മാറ്റി പൂക്കളും മാറ്റി പിറ്റേ ദിവസം കാലത്ത് നമ്മൾ കുളിച്ച് വന്ന് പുതിയ വെള്ളം ഒഴിച്ച് പുതിയ പൂക്കളിട്ട് നമുക്ക് മഹാലക്ഷ്മി കടാക്ഷം വരുത്താം. അതുമാതിരി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ദൃഷ്ടിദോഷം പാടോടെ മാറ്റാൻ പറ്റും. ഒരിക്കലും ഇങ്ങനെ ഒരു ഉരുളി വെക്കുന്ന വീട്ടിൽ ദൃഷ്ടിദോഷം വരില്ല എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലെ ഈ ഉരുളിയിൽ പൂവിട്ട് വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.